ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സിനിമ കാണാൻ പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് ഉളിക്കലിലെ തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ സിനിമ കാണാൻ ഞങ്ങൾ പോവുകയാണ്. അവിടെ ഞങ്ങൾ സിനിമയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ സീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. വലിയ തിരക്കൊന്നുമില്ല. അപ്പം ഞങ്ങൾ പോകുന്നത് ഓട്ടോയ്ക്കാണ്. ഞാനും എൻ്റെ ഫാമിലിയും, എൻ്റെ പപ്പായും മമ്മിയും, അതുപോലെ 2 ആങ്ങളെയും പെങ്ങളും. ഒരാൾ എൻ്റെ മോള്, ഒരാൾ എൻ്റെ ആങ്ങളയുടെ മോനാണ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. ഇത് ലൊക്കേഷൻ വരുന്നത് ഉളിക്കലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമ തിയേറ്ററിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം സമയം അടുത്തെത്താറായിരുന്നു. 12 മണിക്കായിരുന്നു ഷോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് തിയേറ്ററിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമ സ്റ്റാർട്ട് ചെയ്ത് സ്വർഗം എന്നാണ് സിനിമേൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സിനിമ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കണ്ടിരിക്കാനൊരു മൂവി അത്രമാത്രമേ ഉള്ളൂ. അപ്പം ആളുകളൊന്നും വളരെ കുറവാണെന്ന് തന്നെ പറയാം. എന്നാലും ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ തിയേറ്റർ തന്നെ, വലിയ കുഴപ്പമില്ലാത്ത തിയേറ്റർ തന്നെ. കണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ. സോങ്ങൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഒരു സോങ് വന്നപ്പം അവൾക്ക് കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് പോവാം. അവിടെ എൻ്റെ ബാഗ് മേടിച്ചു. ഭയങ്കര സ്പീഡിൽ വേഗം വണ്ടിക്കടുത്തേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കുന്നത് റോയൽ പാർക്ക്, ഉളിക്കൽ തന്നെ റോയൽ പാർക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഒരാൾക്ക് ചിക്കൻ പീസൊക്കെ അടിച്ച് കയറ്റുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണിയും അതുപോലെ നൂഡിൽസ് പിള്ളേർ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത് വന്നിട്ട് റോയൽ പാർക്കാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞുമോൾ വന്നിട്ട് ഉറങ്ങി. അവനെ കൊണ്ടേ കിടത്തി. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ.